2022 ഡിസംബറിൽ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗുജറാത്തിൽ 156 സീറ്റുകൾ 182 സീറ്റുകളുള്ള ഗുജറാത്തിൽ നേടിയെടുത്തുകൊണ്ട് BJP 4-3 ഭൂരിപക്ഷവുമായി ചരിത്ര വിജയമാണ് നേടിയെടുത്തത്. ആം ആദ്മി പാർട്ടി അവിടെ 12.5% വോട്ട് ഷെയർ നേടുകയും കോൺഗ്രസ് വലിയ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. 17 സീറ്റുകളും 27.5% വോട്ട് ഷെയർ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. ശരാശരി 60 സീറ്റിന് മേൽ ഏത് തിരഞ്ഞെടുപ്പിലും കിട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സിന് 2017 77 സീറ്റുകളാണ് ലഭിച്ചത്. അതിൽ നിന്നാണ് കൃത്യമായും വലിയ നഷ്ടങ്ങൾ ഉണ്ടായത്. പക്ഷേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞ ഒരു വാചകം BJP നേതൃത്വത്തിനെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തിയിരിക്കും, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പുതിയ ഇക്വേഷനാണ് പയറ്റുന്നത്. അത് ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോൾ വർഗീയ ശക്തികൾക്കെതിരെയുള്ള മതിയായ ഒരു ബദലാകുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നിടത്തൊക്കെ ഇന്ത്യ മുന്നണി അതിശക്തമായി നേരിടുകയാണ്. ഗുജറാത്തിലെ സാഹചര്യം നമുക്കറിയാം. ആം ആദ്മി പാർട്ടിക്ക് ശക്തി ദുർഗങ്ങളായ മേഖലകളുണ്ട്. സൂററ്റിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആം ആദ്മിയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി സഖ്യത്തെ വിപുലപ്പെടുത്തി 2027 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുന്നത്. അതുമാത്രമല്ല, BJP നേതൃത്വത്തിൻ്റെ കൂടെ പോയ ചില നേതാക്കളിൽ പ്രധാനികളായിട്ടുള്ള നേതാക്കളുണ്ട്. അതിൽ ഹാർദിക് പട്ടേൽ അടക്കമുള്ള നേതാക്കൾ തിരികെ കോൺഗ്രസ്സിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന ശുഭവാർത്ത കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജഗദീഷ് ഠാക്കൂർ അടക്കമുള്ള നിരവധി നേതാക്കളുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ നാളുകളേറെയായി കഴിയുന്നില്ല. അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ തിരിച്ചു വരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പരിതാപകരമായ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുമ്പോൾ ആ സാഹചര്യം പരമാവധി മുതലെടുത്ത് BJP മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന സന്ദേശം ഗുജറാത്ത് വ്യാപകമായി പരത്തി അതിൻ്റെ നേട്ടം കൊയ്തെടുക്കാൻ വേണ്ടി ഇലക്ഷൻ പോലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള വിജയം സൂററ്റ് ലോക്സഭയിൽ നേടിയെടുത്തത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ലോക്സഭയിൽ കോൺഗ്രസ് ഒരു സീറ്റ് ഗുജറാത്തിൽ നിന്ന് നേടിയത് BJP അലോസരപ്പെടുത്തുന്നുണ്ട്. ലോക്സഭയിൽ സമ്പൂർണ്ണമായ വിജയം മധ്യപ്രദേശിന് കിട്ടിയ അവകാശം പോലും ഗുജറാത്തിൽ നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നൊരു വലിയ രീതിയിലുള്ള നഷ്ടബോധം അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് ഇത് അനേകമാക്കാൻ വലിയ താമസമൊന്നും വേണ്ട, ചിട്ടയായ പ്രവർത്തനവും ഇന്ത്യ മുന്നണിയുടെ വിപുലീകരണവും അതിശക്തമായിട്ടുള്ള ബദൽ സംവിധാനമായി മാറും. BJP വിരുദ്ധ വോട്ടുകൾ ആം ആദ്മിയിലേക്കും കോൺഗ്രസ്സിലേക്കും രണ്ടായി പകുത്തുപോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അവരൊരുമിച്ച് നിന്നിരുന്നെങ്കിൽ 40%-ലേറെ വോട്ട് ഷെയർ നേടി സീറ്റുകളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാക്കാമായിരുന്നു. ഒരുപക്ഷെ 60 മാത്രമല്ല, ഒരു 80 സീറ്റുകളോളം ഒരുമിച്ച് നിന്നെങ്കിൽ ലഭിക്കാമായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് കോൺഗ്രസും ഈ രീതിയിലേക്ക് കൂപ്പുകുത്താൻ ഇടയായത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സാഹചര്യമാണ് BJPക്കെതിരെ രാഹുൽ ഗാന്ധി തൊടുത്ത് വിട്ടിരിക്കുന്നത്. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, ഗുജറാത്ത് എന്ന തട്ടകത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് വലിയ രീതിയിൽ BJPയുടെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. കാരണം BJPയുടെ രാഷ്ട്രീയ കളികൾ മുഴുവൻ തുടങ്ങിയത് ഗുജറാത്ത് എന്ന അവരുടെ തട്ടകത്തിൽ നിന്നായതുകൊണ്ട്.